ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ റിവ്യൂയിലേക്ക് കടന്നാലോ? അങ്ങനെ നമ്മുടെ പ്രീതി പെട്ടെന്ന് തന്നെ ശ്രുതിനെ ഉന്തിത്തള്ളി വിടുവാട്ടോ. നീ പെട്ടെന്ന് പോ, അയ്യോ ചേച്ചി കുഴപ്പമൊന്നുമില്ല, താമസിച്ചാൽ ഓട്ടോ കയറി പോയിക്കോളാം എന്ന് ശ്രുതി പറയുമ്പോൾ, എന്തിനാ വെറുതെ ഓട്ടോ പൈസയെ കാണുന്നത്, നീ ബസ്സിന് പോയിക്കോ എന്ന് പറയാണ്. അല്ല ചേച്ചിക്ക് എന്താ ഇത്ര തിടുക്കുക? അയ്യോ നിനക്ക് പെട്ടെന്ന് ജോലിക്ക് പോകാനെന്ന് ചേച്ചി, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ശരി ചേച്ചി എന്ന് അമ്മായിട്ട് ഞാൻ പോയെന്ന് പറ. ശരി എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങുവാട്ടോ. ശ്രുതി ഇറങ്ങിയ തൊട്ടു പിന്നാലെ പ്രീതിയും അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പതുക്കെ ഇറങ്ങുന്നുണ്ട്. അതേസമയം ആകാശാണെന്നുണ്ടെങ്കിൽ അശ്വിൻ്റെ കൂടെ വണ്ടി പോണ സമയത്ത് അശ്വിനോട് പറയുന്നുണ്ട്, ചേട്ടാ ഇവിടെ ഒന്ന് വണ്ടി നിർത്താവോ എന്ന് പറയട്ടെ. റോഡരികിൽ ഒന്ന് വണ്ടി നിർത്തിപ്പിക്കുക കേട്ടോ. ഇവിടെയോ? ഇവിടെ എന്താ നിർത്തണം എന്ന് ചോദിക്കുമ്പോൾ, അതോ എനിക്കൊരു ആളെ കാണാനുണ്ട്, ഒരു ക്ലൈൻറ്റോ? ഇവിടെയോ? അതേ ചേട്ടാ, ഇവിടെ വെച്ച് കാണാനാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ കണ്ടിട്ട് ഓഫീസിലേക്ക് വന്നോളാം, ചേട്ടാ പോയിക്കോ എന്ന് പറയാണ്. ശരി എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ശരി എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ആകാശം അവിടെ ഇറങ്ങിയിട്ട് ആകാശം നടന്ന് അങ്ങോട്ടേക്ക് പോകുക കേട്ടോ. ആ സമയത്ത് അശ്വിൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇതെന്താ ഇവൻ ഫോൺ എടുക്കാൻ മറന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ആകാശിന്റെ ഫോൺ നോക്കണം. ആകാശ് നിന്റെ ഫോൺ എന്ന് പറയുമ്പോഴേക്കും ആകാശ് അങ്ങോട്ട് നടന്നു പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവനിത് എന്ത് പറ്റി എന്നൊക്കെ അശ്വിൻ ഇങ്ങനെ വിചാരിക്കുകയാണ്. അതിനുശേഷം അശ്വിനും ആകാശിനെ കൂടെ തന്നെ അവിടെ ഇറങ്ങുന്നുണ്ട്. ആകാശ് ഫോൺ എന്ന് പറഞ്ഞിട്ട് ആകാശിന്റെ പുറകെ പോവാണ്. അതൊരു ഒരു ഗിഫ്റ്റ് ഷോപ്പാണ് കേട്ടോ. അങ്ങനെ ഗിഫ്റ്റ് ഷോപ്പിന്റെ ഉള്ളിൽ കിടന്ന ആകാശ് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് സെലക്ട് ചെയ്തിട്ട് പുള്ളിക്കാരത്ത് ഇങ്ങനെ കൊടുക്കുക. അതായത് അവിടെ ബില്ലടിക്കാണ്ട് കൊടുക്കുമ്പോൾ ആ പുള്ളിക്കാരൻ ചോദിക്കേണ്ടത്, എന്താ സാർ എഴുതേണ്ടത്? അത് മാർക്കർ തന്നാൽ മതി, ഞാൻ എഴുതിക്കോളാം എന്ന് ആകാശ് പറയാണ്. അതിനുശേഷം മാർക്കർ വെച്ചിട്ട് ആകാശ് ഇങ്ങനെ പ്രീതിക്കാണ്, അതായത് പ്രീതി എന്ന് വേണ്ടി ഇങ്ങനെ എഴുതുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ അശ്വിൻ തൊട്ട് പിന്നാലെ കാണുന്നുണ്ട്. പക്ഷെ ആകാശ് അത് കാണുന്നില്ല. ആകാശ് അത് ഇങ്ങനെ നോക്കിയിട്ട് പ്രീതി എന്ന് വേണ്ടി ഇങ്ങനെ വായിച്ചിട്ട് ഇങ്ങനെ കയ്യിൽ തന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അശ്വിൻ വായിക്കുന്നുണ്ട് കേട്ടോ. പ്രീതിയോ, ഇതേതായി പ്രീതി എന്ന് അശ്വിൻ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്. അതേസമയം നമ്മുടെ ശ്രുതി ആണെങ്കിൽ ബസ് കാത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ബസ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അയ്യോ ആ ബസ് പോയെന്ന് തോന്നുന്നു, ഇനിയിപ്പോൾ ഓട്ടോ വിളിച്ചിട്ട് പോയിട്ട് വരുമല്ലോ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്ന സമയത്ത് തൊട്ട് മുന്നിൽ കൂടി പ്രീതി ഇങ്ങനെ നടന്നു പോവാട്ടോ. അയ്യോ ചേച്ചിയല്ലേ പോണത്, ചേച്ചി എന്ന് വിളിക്കുമ്പോഴേക്കും പ്രീതി കേൾക്കുന്നില്ല. പ്രീതി അപ്പം തന്നെ ഒരു ഓട്ടോക്ക് കൈ കാണിച്ച് ഓട്ടോയിൽ കയറുവാണ്. കയറുന്ന സമയത്ത് പ്രീതിയുടെ കയ്യിൽ നിന്ന് ചെറിയൊരു പേഴ്സ് ഉണ്ട് കേട്ടോ. ആ പേഴ്സ് നിലത്തേക്ക് വീഴുന്നുണ്ട്. അയ്യോ ചേച്ചിയുടെ പേഴ്സ് നിലത്ത് പോയല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ഓടി പോകുവാണ്. അപ്പോഴേക്കും ഓട്ടോറിക്ഷ പോയി കഴിഞ്ഞായിരുന്നു. ശ്രുതി ആ പേഴ്സ് എടുത്തിട്ട്, ചേച്ചിയുടെ പേഴ്സാണല്ലോ നിലത്ത് പോയത്, ചേച്ചിയുടെ ഇങ്ങോട്ടേക്ക് ഓടി പോണത്, ചേച്ചിയുടെ പുറകെ പോകാം എന്ന് വെച്ചിട്ട് ശ്രുതിയും ഒരു ഓട്ടോ പിടിക്കുവാണ്. ശ്രുതി പറയുന്നുണ്ട്, ചേട്ടാ ആ ഓട്ടോയ്ക്ക് പിന്നാലെ പോണേ എന്ന് പറയുമ്പോഴേക്കും ആ ശരി എന്ന് പറഞ്ഞിട്ട് ആ ഓട്ടോ ചേട്ടൻ ഓട്ടോ എടുക്കുക കേട്ടോ. അങ്ങനെ പ്രീതിയുടെ തൊട്ടു പിന്നാലെ നമ്മുടെ ശ്രുതിയും പോകുന്നുണ്ട്. അങ്ങനെ ആ റെസ്റ്റോറൻറ്റ് എത്തുമ്പോഴേക്കും നമ്മുടെ പ്രീതി വണ്ടിയിൽ നിന്ന് ഇറങ്ങുവാണ്. ശേഷം എത്രയായി ചേട്ടാ എന്ന് ചോദിക്കുമ്പോൾ 60 രൂപയായി എന്ന് പറയുമ്പോഴേക്കും അപ്പോഴാണ് പ്രീതി ആ പേഴ്സ് തപ്പണം. അയ്യോ എന്റെ പേഴ്സ് കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഓട്ടോ ചേട്ടൻ പറയുന്നുണ്ട്, അതെ താഴത്തെങ്ങാനും കിടക്കുന്നുണ്ടോ എന്ന് നോക്കുന്നു പറയുമ്പോൾ, ഇല്ല ചേട്ടാ ഇവിടെയൊന്നും കാണുന്നില്ല. ചേട്ടാ എത്രയായെന്നാ പറഞ്ഞത്? 60. പ്രീതി ആ പേഴ്സ് ബാഗൊക്കെ തപ്പി 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 അവസാനം 55 രൂപ ഒപ്പിക്കും കേട്ടോ. ചേട്ടാ 55 രൂപയുള്ളൂ, അത് സാരമില്ല മോളെ എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ 55 രൂപ മേടിച്ചിട്ട് അവിടെ നിന്ന് പോകുവാണ്. ശേഷം പ്രീതി വേഗം റെസ്റ്റോറൻറ്റിനുള്ളിലേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. തൊട്ടു പിന്നാലെ ശ്രുതിയും അവിടേക്ക് എത്തുന്നുണ്ട്. ശ്രുതി അവിടെ നിന്ന് ഓട്ടോ ഇറങ്ങുമ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, മോളെ ഓട്ടോ പൈസ, സോറി മറന്നു ചേട്ടാ, എത്രയായി? 60 രൂപ എന്ന് പറഞ്ഞിട്ട് 70 രൂപ കൊടുക്കുകയാണ്. മോളെ ഇത് 70 രൂപയുണ്ട്, സാരില്ല ചേട്ടൻ വെച്ചോ എന്ന് പറഞ്ഞിട്ട് പ്രീതിയുടെ തൊട്ടു പിന്നാലെ ശ്രുതിയും പോകുവാട്ടോ. അതിനുശേഷം കാണിക്കണത് നമ്മുടെ അഞ്ജലിനെയാണ്. അഞ്ജലി മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, എന്നാലും ശ്യാമേട്ടൻ എന്നിൽ നിന്ന് എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്, ഇനി ഇതെല്ലാം എൻ്റെ തോന്നൽ മാത്രമായിരിക്കോ? ശ്യാമേട്ടൻ ഒരിക്കലും എന്നെ പറ്റിക്കാനോ എന്നോട് ഇപ്പം നുണ പറയാനോ പറ്റില്ല. അപ്പോൾ ഈ സംഭവിക്കുന്നതൊക്കെ എന്താ ഈശ്വര, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്യാം മൊബൈലിലേക്ക് വിളിക്കുകയാണ്. ആ വീട്ടിൽ നിന്ന് തന്നെയാട്ടോ വിളിക്കുന്നത്. അഞ്ജലി മോളെ, രാജകുമാരി നീ പെട്ടെന്ന് ഞങ്ങളുടെ റൂമിലേക്കൊന്ന് പോകാവോ? എന്താ ശ്യാമേട്ട, എന്തെങ്കിലും എടുക്കാൻ മറന്നോ? അത് റൂമിലേക്കൊന്ന് പോ, ഞാൻ രാമേട്ടനെ കൂടെ എടുപ്പിക്കാൻ. വേണ്ട അഞ്ജലി മോള് തന്നെ പോകണം എന്ന് പറയാണ്. ശരി ശ്യാമേട്ടനെ റൂമിലേക്ക് പോയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് അഞ്ജലി. റൂം വാതിൽ തുറക്കുമ്പോൾ അഞ്ജലി ഞെട്ടി പോവാണ്. റോസാപ്പൂ എല്ലാം കൂടി അഞ്ജലിയുടെ മേത്തേക്ക് ഇങ്ങനെ വീഴുവാട്ടോ. കുറെ മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ അഞ്ജലിക്ക് വരുന്ന സർപ്രൈസ് പോലെ തോന്നുവാണ്. അഞ്ജലി റൂമിലേക്ക് പതുക്കെ കടക്കുമ്പോഴേക്കും അവിടെ ലൈറ്റൊക്കെ ഒന്നുമില്ല. ആ മെഴുകുതിരി വെളിച്ചത്തിലെല്ലാം കാണുന്നത് കേട്ടോ. അഞ്ജലിക്ക് എന്തോ വല്ലാതൊരു സർപ്രൈസ് പോലെ തോന്നുവാണ്. പെട്ടെന്നൊരു പാട്ടൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് ശ്യാം വരുന്നുണ്ട്. ഇതെന്താ ശ്യാമേട്ടൻ ചോദിക്കുമ്പോൾ, ഇത് മനസ്സിലായില്ലേ, എൻ്റെ രാജകുമാരിക്ക് ഞാൻ തരുന്ന സർപ്രൈസ് എന്ന് പറയാണ്. അതിനുശേഷം നമ്മുടെ ശ്യാം അഞ്ജലിയുടെ മുഖത്ത് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കുറച്ച് ദിവസമായിട്ട് രാജകുമാരിനോട് ചോദിക്കുന്നുണ്ടല്ലോ എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ എന്ന്. അതെ ഞാൻ മറയ്ക്കുന്നുണ്ടായിരുന്നത് ഈ ഒരു സർപ്രൈസ്. ഈ സർപ്രൈസ് ഇങ്ങനെ തന്നെ തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത് എന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്ന് ആ മോതിരം എടുത്തിട്ട് നമ്മുടെ അഞ്ജലിക്ക് കൊടുക്കുവാണ്. ഇതാണ് നിനക്കുള്ള എൻ്റെ സർപ്രൈസ്, ഒരു കുഞ്ഞു ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കുവാണ്. അഞ്ജലി അത് തുറന്നു നോക്കുമ്പോഴേക്കും അതിൽ മോതിരമായിരിക്കും കേട്ടോ. അഞ്ജലിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതാണല്ലേ അപ്പം ആ മോതിരം.
പിന്നെ അല്ലാതെ ഞാൻ എൻ്റെ രാജകുമാരിക്ക് വേണ്ടി മേടിച്ച മോതിരം എന്ന് പറഞ്ഞിട്ട് ഇത് കയ്യിൽ അണിഞ്ഞെന്ന് പറയുമ്പോൾ ശ്യാമേട്ടൻ തന്നെ അണിഞ്ഞതാ എന്ന് നമ്മുടെ അഞ്ജലി പറയാണ്. അങ്ങനെ ശ്യാം ആ മോതിരം എടുത്ത് അഞ്ജലിയുടെ കൈകളിലേക്ക് അണിയുവാണ്. ശേഷം അഞ്ജലിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ശ്യാം മനസ്സിലിങ്ങനെ വിചാരിക്കുക കേട്ടോ, എന്താണ് എൻ്റെ അഞ്ജലി മോളെ, നീ ജ്വല്ലറിക്കാരനെ കണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു നിനക്ക് എന്നിൽ സംശയമുണ്ടെന്ന്, അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു സർപ്രൈസ് ഒരുക്കിയത് എന്ന് പറഞ്ഞിട്ട് ഉള്ളിലൊരു ചിരി ഒതുക്കുവാണ് ശ്യാം. അഞ്ജലിയാണെങ്കിൽ നമ്മുടെ ശ്യാമിനെ കെട്ടിപ്പിടിച്ച് ഏതോ ലോകത്തുള്ള പോലെ അവിടെ ശ്യാമിനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ ഇരിക്കുക കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പ്രീതി അവിടെ ഇവിടെയൊക്കെ അല്ലതിരിഞ്ഞ് നടക്കുവാണ്. ആകാശിനെ അവിടെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. തൊട്ടു പിന്നെ ശ്രുതിയും പോകുന്നുണ്ട്. ആകാശം അവിടെ എത്തുന്നുണ്ട്. ആകാശം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് പ്രീതിനെ കാണുന്നില്ലല്ലോ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിരിക്കുകയാണ്. ആകാശം തൊട്ടു പിന്നാലെ അശ്വിനും ഇറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ 4 പേര് 4 മൂലക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് പെട്ടെന്ന് ആകാശിനെ ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അശ്വിൻ. അപ്പൊ ആകാശ് ആണെങ്കിൽ ഇതൊന്നും തന്നെ കാണുന്നുണ്ട്. ആകാശ് ആ ഗിഫ്റ്റ് നോക്കി വെച്ചുകൊണ്ട് പ്രീതി എവിടെ പോയിട്ട് റെസ്റ്റോറൻറ്റിനുള്ളിലേക്ക് കയറുവാണ്. പ്രീതി റെസ്റ്റോറൻറ്റിനുള്ളിലേക്ക് കയറുന്നുണ്ട്. പെട്ടെന്നാണ് അശ്വിൻ തിരിഞ്ഞു നോക്കുമ്പോഴേക്ക് ശ്രുതിനെ കാണുന്നത്. ശ്രുതിയും അശ്വിനെ കാണുന്നുണ്ട്. നീ എന്താടി ഇവിടെ, നീ എന്തിനാ ഇവിടെ വന്നത് എന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ അത് സാറിന് എന്നോട് അങ്ങനെയൊക്കെ ചോദിക്കുന്നത്, സാറിന്റെ ചോദ്യത്തിന് എനിക്ക് മറുപടി പറയാൻ സമയമില്ല. ഞാൻ സാറിനോട് ചോദിച്ചു, സാറിന് ഇവിടെ വരുന്നത് ഇല്ലല്ലോ, പിന്നെ സാറിന് എന്നോട് ചോദിക്കുന്നത് എന്ന് എടുത്ത വായിക്കും ശ്രുതി പറയാണ്. അപ്പോഴേക്കും അവിടേക്ക് ആ റെസ്റ്റോറൻറ്റിൽ ആ പുള്ളി വരുന്നുണ്ട്. അല്ല, നിങ്ങൾ കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള ചെയറാണ് അന്വേഷിക്കുന്നത്, 2 ചെയറാണോ വേണ്ടത് എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതെ 2 ചെയറാണ് വേണ്ടത്, ഒന്ന് ഈ സാറിനും ഒന്ന് ഈ സാറിന്റെ തലയിലുള്ള ഈഗോക്ക് ഇരിക്കാനും എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോകുവാട്ടോ. അശ്വിനാണെങ്കിൽ ആകെ ദേഷ്യം വരുവാണ്. അങ്ങനെ റെസ്റ്റോറൻറ്റിനുള്ളിലേക്ക് പ്രീതി ഇങ്ങനെ ആകാശം തപ്പിക്കൊണ്ട് നടക്കുന്ന സമയത്ത് ആകാശം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പ്രീതി എന്ന് വിളിക്കുമ്പോൾ പ്രീതി ആകാശം എന്താ സർ എന്തിനെ കാണണമെന്ന് പറഞ്ഞത്, അതൊക്കെ പറയാം, പ്രീതി ഇവിടെ ഇരിക്കും. അയ്യോ സർ എനിക്ക് അതിന് സമയമില്ല, എനിക്ക് പെട്ടെന്ന് പോകണം, പ്രീതി ഇരിക്കും, ഒരു 5 മിനിറ്റ് എനിക്ക് സംസാരിക്കണം എന്ന് പറയാണ്. അങ്ങനെ പ്രീതി അവിടെ ഇരിക്കുവാട്ടോ. ആകാശം ഇരിക്കുന്നുണ്ട്. റെസ്റ്റോറൻറ്റിനുള്ളിലേക്ക് ശ്രുതിയും അശ്വിനും കൂടി വരുന്നുണ്ട്. അവർ രണ്ടുപേരും പ്രീതിനെ ആകാശിനെ കണ്ടിട്ട് ആകെ ഞെട്ടി അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് ആകാശ് പറയുന്നുണ്ട് പ്രീതി എടുത്ത്, പ്രീതി എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ കല്യാണാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണം നടത്തണമെന്ന് പറഞ്ഞിട്ട് അമ്മ വാശി പിടിക്കുകയാണ്. ഞാൻ എന്താ പ്രീതി ചെയ്യേണ്ടത്? അത് സാറെന്തിനാ എന്നോട് ചോദിക്കുന്നത്? തനിക്കറിയാലോ എനിക്ക് എന്ത് മറുപടിയാ വേണ്ടതെന്ന്. തനിക്കല്ല നന്നായിട്ട് അറിയാം, പക്ഷെ താൻ അഭിനയിക്കുക, ഒന്നും അറിയാത്ത പോലെ. പ്രീതി, തനിക്ക് തന്നെ മറുപടിയാ വേണ്ടത്. തനിക്ക് എന്നെ ഇഷ്ടമല്ലേടോ? അറ്റ്ലീസ്റ്റ് എന്നോട് താല്പര്യക്കുറവൊന്നും ഇല്ലെന്നെങ്കിലും തനിക്കൊന്ന് പറഞ്ഞൂടെ? സർ സോറി സർ, എനിക്ക് പെട്ടെന്ന് പോകണം. പ്രീതി പ്ലീസ്, ഞാൻ അങ്ങനെ വിചാരിച്ചോട്ടെ, തനിക്ക് എന്നോട് താല്പര്യക്കുറവില്ല എന്തെങ്കിലും ഞാൻ വിചാരിച്ചോട്ടെ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും പെട്ടെന്നാണ് പ്രീതി ശ്രുതിനെ കാണുന്നുണ്ടോ. ശ്രുതിനെ കാണുന്ന പ്രീതി ആകെ നെട്ടിങ്ങനെ നിൽക്കുവാണ്. ആകാശം പെട്ടെന്ന് അശ്വിനെ കാണുന്നുണ്ട്. പക്ഷെ ആകാശം നെട്ടൊന്നും ഇല്ല കേട്ടോ. എന്തോ ആവട്ടെ, പ്രീതിനോട് തന്നെ പ്രണയം പറയണം എന്ന് പറഞ്ഞിട്ട് ആകാശ് നമ്മുടെ അശ്വിനെയും ശ്രുതിനെയും ഒന്ന് നോക്കുന്നുണ്ട്. അതിനുശേഷം പ്രീതിയുടെ മുഖത്തേക്ക് നോക്കി പ്രീതിയുടെ പറയണ്ടേ, ഞാൻ ഇവിടെ വെച്ച് തന്നെ പ്രൊപ്പോസ് ചെയ്യാണ്. ജീവിതകാലം മുഴുവൻ തനിക്ക് എൻ്റെ കൂട്ടായിട്ട് ഇരിക്കാൻ പറ്റുമോ? തനിക്ക് ജീവിതകാലം മുഴുവൻ എൻ്റെ ഇടയും തുണയായിട്ട് എൻ്റെ കൂടെ ഇരിക്കാൻ പറ്റുമോ? എനിക്ക് തന്നെ ഇഷ്ടമാണ് പ്രീതി എന്ന് അവരുടെ മുമ്പിൽ നമ്മുടെ ആകാശം വിളിച്ചു പറയുന്ന ആ ഭാഗത്തോട് കൂടിയിട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ബാക്കിയെല്ലാം നാളെ ആയിരിക്കും കാണിക്കുന്നുണ്ടാവാം. നമ്മുടെ അശ്വിൻ്റെ ശ്രുതിയുടെ ഒരു ഡീലുണ്ട്, അത് നാളത്തെ എപ്പിസോഡാണ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.